പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ നോക്കുമ്പോൾ മനോജ് കെ ജയൻ പാടി അത് കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹം പാട്ടിൻ്റെ വഴിയിൽ പോയിരുന്നെങ്കിൽ ഒരു മികച്ച പ്ലേബാക്ക് സിംഗറായിട്ട് മാറിയേനെ. മികച്ചെന്നല്ല, ഒരു നാഷണൽ അവാർഡ് വിന്നർ പ്ലേബാക്ക് സിംഗറായിട്ട് മാറിയേനെ. ഇന്നും നമ്മളുടെ സ്വന്തം മനോജ് കെ ജയൻ നമ്മളോടൊപ്പം ചേരുന്നു. ഏറെ സ്നേഹപൂർവ്വം, ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോജ് കെ ജയൻ. മനോജേ, സത്യസന്ധമായിട്ട് പറയൂ, ഈ പ്രോഗ്രാം എങ്ങനെയുണ്ട്? ചേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്താണ് ഈ 2 ദിവസമായിട്ട് വിട്ടിരിക്കുന്നത്. കാരണം ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഒരു പ്രോഗ്രാം, കാരണം ഇവർക്ക് വേണ്ടി ആയതുകൊണ്ട് ഈ ഗാനമേളയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാലത്ത് ഏറ്റവും പ്രതിഭ തെളിയിച്ച, ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഈ വേദിയിൽ കൊണ്ടുവന്ന് അവർക്ക് വലിയൊരു ഉത്തേജനം കൊടുക്കുന്ന ഈ പ്രോഗ്രാമിനപ്പുറത്ത് ഒരു നമുക്ക് ഇഷ്ടപ്പെടാൻ വേറെന്താ ഉള്ളത്? കാരണം നന്നായി പാടുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്, അവരെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു വേദിയില്ല. ആ വേദിയാണ് നമ്മൾ, ആ ഒരു വേദി അമൃത TV നൽകിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് തുടങ്ങാം. തീർച്ചയായും. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിന്ന് വരുന്ന ഒരു അതുല്യ കലാകാരനാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായ പ്രേം നസീർ സാറിൻ്റെ കടുത്ത ആരാധകനാണ് അദ്ദേഹം. 35 വർഷമായി ഗാനരംഗത്ത് നിറ സാന്നിധ്യമാണ് ഈ വ്യക്തി. ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാബു വൈക്കം. നമസ്കാരം. നമസ്കാരം. സാബു വൈക്കം ശാസ്ത്രീയ കുടുംബത്തിലെ ഒരു അംഗമാണ്. കുടുംബം മുഴുവൻ സംഗീതമാണ്. സുഖമാണോ സാബു? അതെ. ഒരുപാട് സന്തോഷമുണ്ട്. മനോജ് വന്നിട്ടുണ്ട്. നമസ്കാരം. 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 നാട്ടുകാരനാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പാട്ട് കേൾക്കാൻ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പൊ മനോജെ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വേണ്ട, നമ്മളൊരു പാട്ടോടുകൂടി അങ്ങ് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും. സാബു പ്ലീസ്. സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ തരപരിലാലന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം.
പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവി തിളമിഴികളിളകിയതിൽ മൃദുല തരളപദ ചലന നടനമുതിരൂ ദേവി പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കൊടി പോലഴകിയേഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരും ഒരു പുതിയ പുളകമതലഹരി ഒഴുകിവർ അരിക സുഖ നിമിഷമേ പോരൂ ആരോടും മിണ്ടാതെ ആരോമൽ തീരത്തിൽ അനുഭൂതികളെ ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഗാനം ദേവഗാനം അഭിലാഷ ഗാനം മാനസവീണയിൽ കരപരിലാളന ജാലം ജാലം ഇന്ദ്രജാലം അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. സാബു എന്തോ നന്നായി പാടി കേട്ടോ. Thank you. രസമായിരുന്നു. ഞാൻ നേരത്തെ ആദ്യം പാടിയ പാട്ട് കേട്ടപ്പോഴേ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. പെട്ടെന്ന് കണ്ണടച്ചുകൊണ്ട് കേൾക്കുമ്പം ഓപ്പണിങ് ദാസേന്റെ ശബ്ദം പോലുള്ളൊരു ഫീലുണ്ട്. അയ്യോ ശരിയാ ശരിയാ ഞാൻ അല്ലേ? എനിക്കത് തന്നെ ഫീൽ ചെയ്തു. ജ്ഞാനസ്ഥനാണ്. യോ ഇപ്പൊ എത്ര വർഷമായിട്ട് ഫീൽഡ്? ഞാൻ ഫീൽഡിൽ വന്നിട്ട് 35 വർഷത്തോളം ഫീൽഡായി. സബിചേട്ടൻ എന്ന് വിളിക്കട്ടെ? വിളിച്ചു. നമ്മുടെ നാട്ടുകാരനാണ് ചേട്ടാ, ആ, വൈക്കമാണ്. അതിലുപരി ജ്യേഷ്ഠനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആദൽ കോളേജിൽ. ആ ബിജു അങ്ങനെ എന്റെ മിത്രമാണ്. ആ ശരി, സന്തോഷം. അച്ഛനെ പരിചയമുണ്ടല്ലോ? അച്ഛനെ തീർച്ചയായും തീർച്ചയായും. പാട്ട് തനി ദാസേട്ടൻ തന്നെ. ആ തുടക്കം തുടങ്ങിയപ്പം ശരിക്കും കണ്ണടച്ചേട്ടാ അത് തന്നെ. ഞാൻ അന്ന് 25 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. ഞാനത് എനിക്ക് അങ്ങനെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ എന്നെ കളിക വെക്കുമായിരുന്നു. ഇങ്ങനെ ഞാൻ വൈറ്റ് ആൻഡ് ബെറ്റൊക്കെ ഇടാറുള്ള ആളാണ്. പക്ഷേ അതാണ് ഞാൻ ആലോചിച്ചത്, അതിന്റെ ഒരു കുറവുള്ളൂ. വൈറ്റ് ആൻഡ് ബെറ്റ് ഇടും പ്രോഗ്രാമിന്. ഞങ്ങളത് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അല്ല, എനിക്ക് സത്യം പറഞ്ഞെന്നറിയോ, ഞാൻ പേടിച്ചിട്ട് ഇടായിരുന്ന. കാരണം എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്നുള്ള നമ്മളൊന്നും പറയത്തില്ല. പക്ഷെ ഇതിനകത്ത് വേറൊന്നുമില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ. അപ്പൊ മോൻ പ്രത്യേകം പറഞ്ഞു, അച്ഛാ വൈറ്റ് ആൻഡ് ബെറ്റ് ഇട്ടുകൊണ്ട് പോകണ്ട കേട്ടോ. ഞാനങ്ങനെ അനുകരിക്കാന്ന് പറഞ്ഞാലും എനിക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് എനർജി വൈറ്റ് ആൻഡ് ബെറ്റ് ഇട്ട് പാടുമ്പോഴത്തേക്ക്. അങ്ങനെ എനിക്ക് അങ്ങനെ ആ ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ദാസേട്ടൻ്റെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, വൈക്കത്തൊരു പ്രതാപനുണ്ട്, ദേവസ്വം ബോർഡ് ജോലിയിലുള്ള പുള്ളിക്ക്. അദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണ്. അതിൽ മൂത്ത മോൻ്റെ കല്യാണത്തിന് എൻ്റെ ഗാനമേളയായിരുന്നു. ദാസേട്ടൻ ചേച്ചി ഉണ്ടായിരുന്നു. അവരുടെ പ്രസൻസിലൊന്ന് പാടാനായിട്ടൊരു ഭാഗ്യം കിട്ടി. പഴയൊരു പാട്ടാണ്. അതായത് ഞാൻ ഇന്നും ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ, നമുക്ക് പകരം വയ്ക്കാനില്ല. സത്യം പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ, പഴയ പാട്ടുകളൊക്കെ പാടാൻ എനിക്ക് ഇന്ന് ഊർജവും പ്രചോദനവും ഒക്കെ തരുന്ന 2 പേരാണ്. പ്രിയങ്കരനായ ഒന്ന് നമ്മുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീർ സാറും, പിന്നെ നമ്മുടെ പ്രിയങ്കരനായ സത്യൻ മാഷും. എന്തായാലും വളരെ മനോഹരമായിട്ട് ഇന്ന് പാടി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓ